ദുരന്തവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ടല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? സൂരജ്. ഉന്മേഷ്, അക്ഷരാർത്ഥത്തിൽ കരൂർ അങ്ങനെ കണ്ണീരണിയുകയാണ്. ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും നമുക്ക് ഈ കണ്ണുനീർത്തുള്ളികൾ മാത്രമേ കാണാനുള്ളൂ. നിറകണ്ണുകളോടെ അല്ലാതെ നമുക്ക് ആരെയും കാണാൻ കഴിയില്ല. നമുക്ക് പോലും ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയിലൂടെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന മോർച്ചറിക്ക് സമീപമാണ്. ഇവിടെയാണിപ്പോൾ നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 7 പേരുടെ വീതം പോസ്റ്റ്മോർട്ടമാണ് ഒരേ സമയം നടക്കുന്നത്. അങ്ങനെ 14 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി ആ മൃതദേഹം ഇവിടെ നിന്ന് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഈ നാമക്കൽ മേഖലയിലുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ്, അതായത് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് MK സ്റ്റാലിൻ അടക്കം ഇവിടെ എത്തി ഈ ചികിത്സയിൽ കഴിയുന്നവരടക്കം സന്ദർശിച്ച മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം എത്തുന്ന സമയത്തൊക്കെ വലിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വൈകാരികതയായിരുന്നു ഇവിടെ നിറഞ്ഞു നിന്നത്. കാരണം മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ ഈ ആശുപത്രിയുടെ ഇരുവശങ്ങളിലും ഈ ബന്ധുക്കളെ കൊണ്ട് തന്നെ നിറഞ്ഞിരുന്നു. അവരെല്ലാവരും തന്നെ വാവിട്ട് കരഞ്ഞുകൊണ്ടായിരുന്നു തങ്ങളുടെ ദുരിതം, തങ്ങളുടെ വിഷമം എല്ലാം തന്നെ ഈ മുഖ്യമന്ത്രിയോട് പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ ആദ്യം MK സ്റ്റാലിൻ എത്തുന്നത് ഈ മോർച്ചറിക്ക് സമീപമായിരുന്നു. ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുമായി അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം ചികിത്സയിൽ കഴിയുന്നവരെ MK സ്റ്റാലിൻ സന്ദർശിച്ച് അവരോട് തന്നെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരോടക്കം സംസാരിച്ചു. ഇതിനുശേഷം ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും അടക്കം ഉള്ളവരുടെ ഒരു ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തി. 51 പേരാണ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. 51 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഏത് തരത്തിൽ ഇവരെ ജീവിതത്തിലേക്കൊക്കെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഉയർന്നു. എന്ത് അടിയന്തര ഘട്ടമുണ്ടായാലും അത് നേരിടാൻ സജ്ജമാണ് എന്നുള്ളതായിരുന്നു ഈ യോഗത്തിൽ അറിയിച്ചത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം അദ്ദേഹം ഈ മരിച്ച ഈ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതും ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചതും എല്ലാം അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ രാഷ്ട്രീയമായി വിജയെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോയില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് എല്ലാ സത്യങ്ങളും പുറത്തുവരും, അത് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്, ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചത്. ആ സമയത്ത് വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി ആരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വലിയ രീതിയിൽ പോലീസിനെതിരെയൊക്കെ ഒരു പക്ഷേ ഈ വിജയെ അനുകൂലിക്കുന്നവരൊക്കെ പോലീസിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പോലീസിന്റെ സുരക്ഷാ വിന്യാസം പോരായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ അതെല്ലാം മുഖ്യമന്ത്രി തള്ളുകയാണ്. മുഖ്യമന്ത്രി പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ മറുപടി പറഞ്ഞില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ എല്ലാ സത്യങ്ങളും പുറത്തുവരാൻ, അതായത് വസ്തുത പുറത്തുവരാൻ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കഴിയും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം വിജയ് ആകട്ടെ മടങ്ങിയത് സ്വന്തം വീട്ടിലേക്കാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം അതിൽ ഏറ്റവും പ്രസക്തമാണ്. അതായത് രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് വെക്കുന്ന തന്റെ നിലപാട് വിശദീകരിക്കുന്ന തരത്തിൽ അദ്ദേഹം ഇന്ന് ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു വാചകം പറയുകയുണ്ടായി. നാളെ രാവിലെ 9 മണിക്കാണ് താൻ ഈ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തനിക്ക് വീട്ടിൽ കിടന്നാൽ ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയുടെ പുറത്താണ് താൻ ഇന്ന് രാത്രി തന്നെ 1 മണിയോടുകൂടി ഇവിടെ എത്താൻ നിശ്ചയിച്ച് ഈ ഫ്ലൈറ്റിൽ ഇവിടെ എത്തിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതായത് ഈ സംഭവത്തിന് ശേഷം വിജയ് വീട്ടിലേക്ക് പോകുന്നു, പകരം ഈ ദുരന്തമുണ്ടായവരെ ചേർത്ത് പിടിക്കാൻ താൻ എത്തുന്നു എന്ന സന്ദേശം നൽകാൻ കൃത്യമായി മുഖ്യമന്ത്രി MK സ്റ്റാലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആശുപത്രിയിലെത്തി ബന്ധുക്കളുമായെല്ലാം തന്നെ സംസാരിച്ചു. അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർമാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കും കിട്ടുന്ന വിവരം 51 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നുണ്ട്. അവരുടെ നില, ചിലരുടെയൊക്കെ നില ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പുരോഗമിക്കുകയാണ്. 7 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഒരേ സമയം നടക്കുക. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ അപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടിയാണ്. ആംബുലൻസുകൾ അടക്കം ഇങ്ങനെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറക്കുന്ന മൃതദേഹങ്ങൾ അപ്പോൾ തന്നെ ഓരോരോ വീടുകളിലേക്കും എത്തിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ, വലിയ പോലീസിന്റെ വിന്യാസമുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു ജനക്കൂട്ടമൊക്കെയാണ് ഇവിടെ ഈ മോർച്ചറിക്ക് മുന്നിലൊക്കെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്നത്. ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി കുറേയധികം ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ വാഹനങ്ങളിലൊക്കെ ഈ മൃതദേഹം കയറ്റുന്ന ഭാഗത്തൊക്കെ എത്രമാത്രം ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. പോലീസ് ഇവിടെ വലിയ ബാരിക്കേഡ് വിന്യാസമൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരെയും ബന്ധുക്കളെയൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ആ മൃതദേഹം ഈ ആംബുലൻസിൽ കയറ്റി ഇവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോവുകയാണ്. അങ്ങനെ പലയിടങ്ങളിലായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നു. ബന്ധുക്കളെയൊക്കെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടമാണ്. അതായത് ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്ന അവരുടെ താരപുരുഷനായിട്ടുള്ള വിജയെ കാണുന്നതിന് വേണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് എത്തിയ ആളുകളാണ്. അവർ പോലും ഇത്തരത്തിലൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഈ ദുരന്തം ഇവരെ തേടിയെത്തുന്നത്. അവർക്കൊക്കെ സങ്കടം അടക്കിപ്പിടിക്കാനാകാതെ പൊട്ടിക്കരയുന്ന കുടുംബാംഗങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഈ ആശുപത്രിയുടെ ഏത് പരിസരത്ത് നോക്കിയാലും നമുക്ക് ഈ സങ്കടം അടക്കിപ്പിടിക്കാതെ പൊട്ടിക്കരയുന്ന കുടുംബാംഗങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കണ്ണീരണിഞ്ഞ അക്ഷരാർത്ഥത്തിൽ കരൂർ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഉന്മേഷ്. എന്തായാലും 51 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ഇവർ ചികിത്സയിൽ കഴിയുന്നത്. ഉന്മേഷ്, കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നിന്നാണ് സൂരജ് സജ്ജി വിവരങ്ങൾ നൽകുന്നത്. അവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.